തീർച്ചയായും സമ്മർദ്ദത്തിൽ തന്നെയാണ്. റിപ്പോർട്ട് സയൻസ് ഫ്രണ്ടിയേഴ്സിന്റെ കണക്ക് പ്രകാരം 159 സ്ഥാനത്താണ്. നേരത്തെ 161 ആയിരുന്നു. 2 പോയിന്റ് ഇടിഞ്ഞ് 159 എത്തിയിട്ടുണ്ട്. 180 രാജ്യങ്ങളിലാണ് നമ്മൾ ഏറ്റവും മോശമായ കണക്കിൽ നിൽക്കുന്നത്. സാധാരണ മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു രൂപകമുണ്ട്. ഇംഗ്ലണ്ടിലൊക്കെ ഈ കൽക്കരി ഖനികളിലേക്ക് ഈ കാനറി പക്ഷികളെ വിടുമായിരുന്നു അത്രേ. അവിടെ പ്രാണവായു ഉണ്ടോ എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം പുറത്തു നിൽക്കുന്ന ഖനികളിലെ തൊഴിലാളികൾക്ക് ആ ഖനികളിൽ ഇറങ്ങാനുള്ള ഒരു മുന്നറിയിപ്പായിരുന്നു അത്. യഥാർത്ഥത്തിൽ ജനാധിപത്യത്തിലെ വലിയ ഖനികളിലേക്ക് പത്രസ്വാതന്ത്ര്യം എന്ന് പറയുന്നത് കാനറി പക്ഷികളെ പോലെയാണ്, പ്രാണവായുവിനെ പോലെയാണ്. അവിടെ കാനറി പക്ഷികൾ സ്വതന്ത്രമായി പറക്കുന്നത് പോലെ ആവണം ജനാധിപത്യത്തിൻ്റെ ഖനികളിൽ മാധ്യമ സ്വാതന്ത്ര്യം ഉണ്ടാകേണ്ടത്. എവിടെയാണോ ആ മാധ്യമ സ്വാതന്ത്ര്യം ഇല്ലാതാവുന്നത് അവിടെ ജനാധിപത്യത്തിൻ്റെ പ്രാണവായു ഇല്ലാതാവുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. നോക്കൂ, നമ്മുടെ മുമ്പിൽ എത്രയെത്ര ഉദാഹരണങ്ങളുണ്ട്. അടിയന്തരാവസ്ഥ കാലത്ത് LK അദ്വാനി വിശേഷിപ്പിക്കുന്നത് പോലെ കുനിയാൻ പറഞ്ഞപ്പോൾ മുട്ടിലിടിഞ്ഞ മാധ്യമങ്ങൾ എന്ന് പറഞ്ഞു. ഇപ്പോൾ അധികാരത്തിൻ്റെ പാതുകങ്ങൾ രുചിക്കുന്ന മാധ്യമങ്ങളായി നമ്മൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു പലരും എന്നുള്ളതാണ് വാസ്തവം. ഭീഷണിപ്പെടുത്തിയും പ്രലോഭനങ്ങൾ വഴിയും നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൺഗ്ലോമിറേറ്റുകൾ വഴി, ക്രോസ് ഫണ്ടിങ് വഴി കൺഗ്ലോമിറേറ്റുകളെ ഉണ്ടാക്കി മാധ്യമ ലോകത്തെ മുഴുവൻ സമഗ്രാധിപത്യത്തിലാക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. അവിടെ പ്രബീർ പുർക്കായസ്ത സത്യം പറയുമ്പോൾ കർഷക സമരത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുമ്പോൾ 118 മണിക്കൂർ തുടർച്ച EDയുടെ മുന്നിൽ ഇരിക്കേണ്ടി വരും 73 വയസ്സുള്ള പ്രബീർ പുർക്കായസ്തയ്ക്ക്. മറ്റ് സത്യം കണ്ടെത്താൻ വേണ്ടി നുണകളെ പൊളിച്ചു കാട്ടാൻ ശ്രമിക്കുന്ന ആൾട്ട് ന്യൂസിൻ്റെ മുഹബൈദ് സുബൈറിന് ഈ അധികാരികളുടെ നുണകൾ തുറന്നു കാട്ടുമ്പോഴും ജയിലിലേക്ക് പോകേണ്ടി വരുന്നു എന്നുള്ളൊരവസ്ഥയുണ്ട്. ഈ കോവിഡ് കാലത്ത് പ്രാണവായു കിട്ടാതെ പിഴഞ്ഞു വരിച്ചവരുടെ ബാധ്യത കേന്ദ്ര സർക്കാരിനാണ് എന്ന് പറയുന്ന ഒരു പേജ് ഡിക്ലെയിം ചെയ്ത് ഒറ്റ കാര്യം മാത്രമാണ് റൂബൻ ബാനർജി എന്ന് പറയുന്ന എഡിറ്റർ ചെയ്തത്. ഔട്ട്ലുക്കിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കിയതും ആ റിപ്പോർട്ടിംഗ് ആണ് എന്നത് പ്രേക്ഷകർ ഓർമ്മിക്കണം. അപ്പോൾ പ്രബീർ പുർക്കായസ്തയാണെങ്കിലും ശരി, മുഹമ്മദ് സുബൈർ ആണെങ്കിലും ശരി, റൂബൻ ബാനർജി ആണെങ്കിലും ശരി, നിരന്തരം മാധ്യമ പ്രവർത്തനം, എന്തിനേറെ പറയുന്നു BBC ഡോക്യുമെൻ്ററിയും BBC തന്നെ പ്രവർത്തിക്കാൻ ഇടയാവാത്ത വിധം അവർക്ക് ഇവിടെ നിന്ന് ന്യൂസ് നെറ്റ്വർക്ക് അവസാനിപ്പിച്ച് പോകേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടാവുകയും ഒരുപക്ഷെ ഇതാദ്യമായി അവർക്ക് ഇന്ത്യ പോലൊരു രാജ്യത്ത് അവർക്കൊരു സബ്സിഡിയറി യൂണിറ്റായിട്ട് പ്രവർത്തിക്കേണ്ടി വരികയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാക്കിയത് ഈ സർക്കാരിൻ്റെ കാലത്താണ്. തീർച്ചയായും മാധ്യമ സ്വാതന്ത്ര്യം സമ്മർദ്ദത്തിൽ തന്നെയാണ്. ഇതിനെ എങ്ങനെ അതിജീവിക്കാം എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. വാച്ച്ഡോഗായി മാധ്യമപ്രവർത്തകർ തുടരണമെന്നുണ്ടെങ്കിൽ പ്രലോഭനമോ ഭീതിയോ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാണ് ദേശാഭിമാനിയുടെ തലക്കെട്ടിൽ പറയുന്നത് പോലെ, എൻ്റെ ടാഗ്ലൈൻ പറയുന്നത് പോലെ, ഭയകൗടില്യ ലോഭങ്ങൾ വളർക്കിൽ ഒരു നാടിനെയും എന്നാണ്. അപ്പോൾ ആ രീതിയിൽ മാധ്യമപ്രവർത്തകർ വരണമെങ്കിൽ ഭയമോ പ്രലോഭനമോ പാടില്ലാത്ത ഒരു സാഹചര്യം ഒരുക്കേണ്ടതുണ്ട്. അവിടെയാണ് ഹേബർമാസൊക്കെ സൂചിപ്പിക്കുന്ന ഒരു പൊതുമണ്ഡലം സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ടത്. ക്രിട്ടിക്കൽ റാഷണാലിറ്റി എന്ന് പറയും. വിമർശനമായിട്ടുള്ള യുക്തിയോടുകൂടി പ്രവർത്തിക്കുന്ന മാധ്യമങ്ങൾ ഉണ്ടാകണമെങ്കിൽ ഭയപ്പാടില്ലാതെ പ്രവർത്തിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവണം. EDയെ വിടാത്ത കാലത്തു മാത്രമേ, EDയെ ഭയക്കാത്ത കാലത്ത് മാത്രമേ സ്വതന്ത്രമായ നിഷ്പക്ഷമായ ഒരു മാധ്യമ പ്രവർത്തനം സാധ്യമാവൂ. ഏറിയ പങ്കും നമ്മളൊക്കെ സമ്മർദ്ദത്തിൽ തന്നെയാണ്. അതിൽ ഒരു കാര്യം കൂടി പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കാം. അത് ഭരണാധികാരികളുടെ മാത്രം സമ്മർദ്ദമല്ല, അധികാരത്തിലിരിക്കുന്ന വിവിധ കക്ഷികളുടെ എക്കോ ചേമ്പറുകളിൽ പ്രവർത്തിക്കുന്ന ഒരു വർഗവും നമ്മളെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അവർ നമുക്ക് പേരിട്ട് തരും, മാപ്രയെന്ന്. അവർ പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ഉപയോഗിക്കും. കമ്മിയെന്ന്, കൊങ്ങിയെന്ന്, സംഘിയെന്ന് പല രീതിയിൽ വിശേഷിപ്പിച്ച് മാധ്യമപ്രവർത്തകരെ പല രീതിയിൽ സമ്മർദ്ദത്തിലാക്കുന്നത് അധികാരത്തോട് സന്ധി ചെയ്ത് നിൽക്കുന്ന ഒരു വിഭാഗം കൂടിയുണ്ട്. സമൂഹം കൂടി ആ അർത്ഥത്തിൽ നിൽക്കുന്നു. അതിൻ്റെ അർത്ഥം പൂർണ്ണമായും മാധ്യമങ്ങളെല്ലാം നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനം നടത്തുന്നവരെന്നല്ല. പലപ്പോഴും സമ്മർദ്ദത്തിന് അടിമപ്പെട്ട് നടത്തുന്ന മാധ്യമങ്ങളുമുണ്ട് നമ്മുടെ രാജ്യത്ത് എന്നുള്ളത് വസ്തുത തന്നെയാണ്. Meet the editors.